ബംഗ്ലാദേശ് ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ നമുക്കൊരു സൈനിക ഭീഷണി ഉയർത്തുന്നില്ല, പക്ഷേ മറ്റ് ഡെമോഗ്രാഫിക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ ജനസംഖ്യാപരമായൊരു ഭീഷണിയാണ് ഈ റെഫ്യൂജീസൊക്കെ വന്നാൽ. നിരവധി ഭീഷണികളല്ലാതെയുമുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ ഒരു താവളമായി ബംഗ്ലാദേശ് മാറിയാലും ഇന്ത്യക്ക് എന്നും ഒരു ദേശസുരക്ഷാ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് സോഫ്റ്റ് ഡിപ്ലോമസി വഴി, ആ സോഫ്റ്റ് ഡിപ്ലോമസി ചാനൽസ് വഴി, അതിൽ ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭ അത്ര ശക്തമായി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും G20 പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്താണ് അതിൻ്റെ സാധ്യതയെക്കുറിച്ച്. അമേരിക്കയുമായി നേരിട്ട് നമുക്ക് ഇടപെടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ എങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം, പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അതേസമയം ഈ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി മറ്റ് രാജ്യങ്ങൾ ഇതിനകത്ത് നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ അവരുടെയും കൂടി സമ്മർദ്ദം ബംഗ്ലാദേശിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴും അകത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലാതിരിക്കുകയും പട്ടാളം വന്ന് അധികാരം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഒരു റാഡിക്കലൈസേഷനിലേക്ക് പോയാൽ പിന്നെ നമ്മളെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യാൻ മറുവശത്ത് ശക്തന് മുഹമ്മദ് യൂനസിൻ്റെ അടുത്ത് എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് എന്ത്? അപ്പോൾ ചുരുക്കത്തിൽ സോഫ്റ്റ് ഡിപ്ലോമസിയാണ് ഞാൻ കാണുന്ന വഴി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി ഉപയോഗിക്കാവുന്നത് ഡിപ്ലോമാറ്റിക് ചാനൽസാണ്. അത് നേരിട്ട് ബംഗ്ലാദേശുമല്ല. അതേസമയം ബംഗ്ലാദേശുമായിട്ടുള്ള ട്രേഡ് കട്ട് ചെയ്യാതിരിക്കുക. ആ ട്രേഡ് ബന്ധങ്ങൾ വേണം, ഇല്ലെങ്കിൽ ആൻറ്റി ഇന്ത്യ ക്യാരക്ടർ വർദ്ധിക്കും. അത് വരുത്താതിരിക്കണം. ഒരു പട്ടിണി രാജ്യമാണ്, അവർ കൂടുതൽ ദുഃഖത്തിലേക്ക് വരല്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെയും പാകിസ്ഥാനിലെയും ഗുഡ്സ് അങ്ങോട്ട് കയറും. അതോടൊപ്പം പണ്ട് ശ്രീലങ്ക എങ്ങനെ ഇന്ത്യക്കെതിരായോ അതുപോലത്തെ ഒരു സാഹചര്യം നമുക്ക് ബംഗ്ലാദേശിലുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് അത്യാവശ്യ സപ്പോർട്ട് കൊടുക്കുക. സമ്മർദ്ദം ബാക്കി ചാനൽസ് വഴി, പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴിയുള്ള സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ രംഗത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഭാഗ്യവശാൽ അമേരിക്കയുടെയും മറ്റും സഹായം നമുക്ക് വരുന്നത് കൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒരുപാട് വകയുണ്ട്.